പിറ്റ് ചെയ്ത് കളിച്ച് ബാ ബാ ബാ. അവര് ഓൺ ഫുട്ട് ഇറങ്ങുവാണെങ്കിൽ കമ്മിറ്റ് ചെയ്യല്ലേ നോക്കി. ഓക്കെ എടാ തിരിച്ചു അവരെ ജി മലയിലോട്ടൊന്ന് കൊണ്ടുവന്നേ. ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ബാ ബാ ബാ. ജി മലയിൽ നിങ്ങൾ പോയേ. നമ്മുടെ വണ്ടി ജി മലയിൽ പോയേ. എടാ ഓ വെയിറ്റ് സെക്കൻഡ്. എടാ കേറാ. അത് ആരാ ഹീൽ ചെയ്തോണ്ടിരിക്കുന്നത്? വണ്ടി കേറാ. ഓക്കെ കണ്ട് തിരിച്ചു വാ. നിങ്ങൾ എന്തിനാ തല്ലുള്ളൂ അവിടെ നിന്നിട്ട്? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അതാ ഈ മാർക്കിലോട്ട് വാ. എടാ ഇങ്ങനെ ഇറങ്ങില്ല, റോട്ടിൽ ഇറങ്ങില്ല. അതാരാ ഇവിടെ അടുത്ത ആൾ ഇറങ്ങിയിരിക്കുന്ന ആരാ? വേണ്ട തിരിച്ചു കയറി. ഓക്കെ അവർ ഈ മലയിൽ വരുമെന്ന് തോന്നുന്നില്ല. അവർ നമ്മളെ ആ മലയെ കളിപ്പിക്കാനാണ് പ്ലാന്. മനസ്സിലായോ? അങ്ങോട്ട് പോകണ്ട വെയിറ്റ് ചെയ്യും. ജസ്റ്റ് അവർ വരുമെന്ന് നോക്കട്ടെ. അവിടെ നിൽക്കുകയല്ലേ? എടാ വാടാ വണ്ടി എടുത്ത് വാടാ. ഈ മലയിൽ വന്നേ. വേഗം വാ. ഈ മലയിൽ വന്ന് ഓൺ ഫുട്ട് ഇറങ്ങിയേ. വേഗം ഇറങ്ങി ഓൺ ഫുട്ട് ഇറങ്ങി. ബാക്കിയുള്ളവരെ വാ. സപ്പോർട്ട് വാടാ. എടാ സപ്പോർട്ട് വാ. വരട്ടെ അവര് ഇറങ്ങട്ടെ. ബാക്കിയുള്ളവർ സപ്പോർട്ട്. അവനെ എടുക്ക്. ഒന്ന് കവർ കയറി കളിക്കുക. അവനെ എടുക്കേ. കുത്തട്ടെ. ലെഗസി ഇവരെ കിട്ടത്തില്ലേ? അവന് കിട്ടത്തില്ലേ? ബാബാ നൈസ്. എടാ ഒരുമിച്ച് കളിക്ക്. ഞാൻ ചത്തിട്ടാണോ വീണ്ടും ഫയർ ചെയ്തോണ്ടിരുന്നേ? ഈ സൈഡ് ഇവന്മാര് നോക്കുന്നുണ്ടോ? ഇവന്മാര് നോക്കുന്നില്ലല്ലോ. ഇവിടെ ഓക്കെ നൈസ്. എടുക്കടാ. അത്രേ ഉള്ളൂ. ഓക്കെ സെറ്റ്. അത് കാരണം ബഗ്ഗി ഇടാഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അഡ്മിൻ മീറ്റ് വിളിക്കണം പറഞ്ഞിട്ട് വിളിക്കാൻ എന്താ? എടാ ഇതെന്ത് പറ്റി? ഒരു ഡൗൺ എടുത്തല്ല. ഇവിടെ ഒരു ഡൗൺ എടുത്ത അവിടെ ഓൾറെഡി. ഗുലറിനെ വിറ്റ് തുടക്കം തന്നെ ഇവിടെ. പക്ഷെ ഇത് നമുക്ക് അഡ്വാൻറ്റേജ്. ഈ ഒരു സ്ഥലത്ത് കുത്തിയല്ല. അവന്മാരെല്ലാം ലോ ഗ്രൗണ്ട് ആയിപ്പോയി. ഇവിടുന്ന് ടാഗ് കൊടുക്കുന്നു കാർലൈൻ ടീമും. ഇവിടെ പെട്ടുപോയി. നമ്മളെ കുത്തി എത്ര പേരാ? 1 2 3 4. ഇനി വണ്ടി വരുമോ? ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തു. എനിക്ക് എവിടെ പിക്ക് കിട്ടിയ? ഇവിടെ വെച്ചിട്ടാ. ഞാൻ ഇത് ബഗ്ഗായി. ഞാൻ ഇവിടെ ചത്ത് കഴിഞ്ഞു. റീലോഡ് സ്കിൻ അടിച്ചപ്പോ ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തു. ഇവിടെ ഞാൻ ചത്തിട്ട് വീണ്ടും ഇൻവിസിബിൾ ആയി. ലെഗസി ഇവിടെ വളഞ്ഞിട്ട് അൾട്രോൺ നൈസ് പിക്ക് എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ പിക്ക് എടുക്കാൻ ഡൗൺ ആയിരിക്കുന്നു. ഓ പറഞ്ഞേ ഇത് മയിലുമില്ലേ റോഡില്? എന്താണ്? ഓക്കെ 4 സെക്കൻഡ് ഡൗൺ. ഫ്ലെക്സ് PRS ഫ്ലെക്സ് കക്കാശി കേറി കേട്ടില്ല. എന്തോ ഗേവിയ പറഞ്ഞ എന്താണ്? അവന് അഗ്രഷൻ കാണിച്ച് റോട്ടിന് നടുക്കിറങ്ങിക്കുക. വേറൊരു മഴ വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ. കണ്ട് അത് പക്ഷെ വലിയ പ്രശ്നം. നിങ്ങളായിരുന്നോ? ഓക്കെ അപ്പൊ പിള്ളേരെ അടിച്ചു. അല്ല നമ്മളെ കൊണ്ട് എല്ലാരും കൂടെ കുത്തി നാറികള്.
എന്നെ ലെഗസി ടാർഗറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഞാൻ പറയുള്ളൂ കാരണം നമ്മളെടുക്കാൻ വേണ്ടി എല്ലാ വണ്ടിയും കുത്തിയപ്പോ ഇവന്മാരും അടിപൊട്ടി അരമണിക്കൂർ കഴിഞ്ഞാൽ നീയൊക്കെ അവിടെ പോയി കുത്തുന്നത് അതറിയാമോ? അല്ല മനസ്സിലായി. പക്ഷെ അടി പൊട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ പോയി കുത്തി അന്ന് പറഞ്ഞുതരാമോ? അല്ല ലെഗസിയുടെ പി കണ്ടു നോക്ക് ലെഗസിയുടെ ലക്സിയുടെ പി കാണണ്ട, ഞാൻ കണ്ടായിരുന്നു, അഡ്മിൻ ലൈവ് കണ്ടായിരുന്നു. അല്ല നമ്മളവിടെ തന്നെ കുത്തിയായിരുന്നു. ലെഗസി ഒന്ന് കാണിച്ചേ. പിള്ളേരുടെ നിലക്കിട്ട് വെക്കുമല്ലേ? അല്ല എടാ ഇതല്ലടാ നമ്മള് കുത്തുന്ന കാണിക്കടാ ബാക്കിന്ന്. ഇതെന്താ നീ ഇവിടെ ബാക്കിന്ന് ഫൈറ്റ് തുടങ്ങുന്നോട്ട്. ഇതാ ഇവിടെ ഞാൻ ഇപ്പൊ പറയും. കോള് ശ്രദ്ധിച്ചോ അപ്പൊ കോള് ശ്രദ്ധിച്ചോ? ഇത് നോക്കിയോ അപ്പൊ ഇപ്പൊ നോക്കിയോ? എടാ ലെഗസി ഇതിലെവിടെ ഞാൻ കുത്താൻ പറയുന്നത്? അത് കാണിക്കടാ. എവിടെ അത് ഞാൻ കേട്ടില്ല. എവിടെ ബാക്കില് എടാ ഞാൻ ഇവിടെ ഞാൻ കുത്താൻ പറയുന്നുണ്ട് നമ്മുടെ ടീമിന്റെ അടുത്ത്. അത് ഈ നാറ് കാണിക്കുന്നില്ലല്ലോ. മേളിലുള്ള ആരെ നോക്കിയില്ലല്ലേ നിങ്ങളുടെ നേരെ മേളിൽ ആളുണ്ടായിരുന്നു. രണ്ടുപേരെ എനിക്കൊന്ന് കക്കാശി ഇവിടെ നമ്മളെ വളഞ്ഞു. അവിടെ രണ്ട് ആ ഞാൻ പക്ഷെ ഇവിടെ സർവൈവ് ആയി. ഇച്ചിരി കൂടി സർവൈവ് ആവും. ഒരു പിക്ക് കിട്ടും തോന്നുന്നു. ആ കണ്ട ഞാൻ ഇവിടെ പറയുന്നുണ്ട് കുത്താൻ. എന്നിട്ടാ ഞാൻ ലെഗസി അവിടെ പോയി വെയിറ്റ് ആകുന്നു. ഫസ്റ്റ് പിക്ക് ഓക്കെ ആണോ എടുക്കുന്നേ? ഓക്കെ അല്ലേ? അല്ലല്ല വണ്ടി അല്ലല്ല ഓക്കെ ഓക്കെ ആദ്യം വണ്ടി ഡൗൺ ആവുക. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. വേറെ 9 പേര് അലൈവ് ഉണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. വേറെ ചിലപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. വാർഗപ്പ് പറയാത്തതാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പുതിയ ബൗസ് ഒരുമാതിരി ഞാൻ ഷോക അവസ്ഥയിലായിരുന്നു. ഭയങ്കര പേടിച്ചാ കളിച്ചത്. പക്ഷെ അവൻ ജീജി ഇട്ടിട്ട് പോയി. കുഴപ്പമില്ല. അല്ല അവൻ പാവാടാ. ജൂണല്ലേ? കുഴപ്പമില്ല. ശത്രുക്കൾ ഇന്ന് പാവാന്ന് പറഞ്ഞാൽ നാളെ വന്ന് മുണ നാളെ ഇറ്റ്മാൻ അടിച്ചിട്ട് ഞാൻ പറയും കിടക്കട ലാഗ് അടിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ അവര് വണ്ടികൾ നിൽക്കുമല്ലോ. പ്രാക്ടീസ് അല്ല അവര് വിചാരിച്ചില്ല നമ്മൾ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. അവര് അല്ല അവര് കൺഫ്യൂഷനായി നമ്മള് കുത്തോ ഇല്ലയോന്നൊക്കെ. നമുക്ക് നല്ല ടീം ഫയർ ഉണ്ട്. ടീം ഫയർ ബാക്കിന്ന് ഇവന്മാര് ഓടി വരുന്ന നോക്ക് നേരെ ഓപ്പണിലോട്ട് ഓടി വരുന്നേ.
പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ ഈ സമയത്ത് നമ്മളവിടെ ബാക്ക് സ്റ്റാബ് പോയി ഓക്കെ നൈസ് നൈസ് അതാ മൊയിലും അവിടെയല്ലേ കളിച്ചു ഞാൻ വിചാരിച്ചു മൊയില് നേരെ ബാക്ക് സ്റ്റാബ് പോയി ഓക്കെ നൈസ് 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 അത്ര മൊയ്തീനും കാർലയും കൂടെ ആ സൈഡിൽ നിന്ന് മഴ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചേ രണ്ട് വിക്കെന്തോ എന്റെ പിയോയിലേ ഞാൻ നോക്കിയപ്പോ മൊയില് വിചാരിച്ചു കുത്തിയില്ല ഒരിടത്തും കുത്തിയില്ല ലാസ്റ്റ് റോട്ടിലെ കുത്തിയെന്നാ ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു കയറ്റം കയറുന്നുണ്ടല്ലോ ഒരു വീട്ടിൽ കൂടി കിട്ടത്തില്ലേ അല്ലല്ലേ മൊയ്തീന്റെ POV ആണോ? അല്ല ഈ വണ്ടി കൊണ്ട് കുത്തി ഇവന്മാരെ നേരെ ബാക്കിലോട്ട് അവന്മാരെ മൂന്നരും കണ്ടില്ല എന്നെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി ഞങ്ങൾ വൈകിട്ട് എടുത്ത സമയത്ത് ഐശ്വര്യ അപ്പൊ ഓഹോ ഇറ്റോ ഓക്കെ ട്രൈറ്റർ ഫൈറ്റിന്റെ ഇടയിൽ വണ്ടി എടുത്ത് പോയി ഇവൻ മറ്റേ PRX ഓറ അത് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ വാസ്കോ സസ്പെൻഡ് 4 പേരുടെ കൂടെ എടാ അങ്ങനെ ഇറ്റോ ഇത് ഓക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്മരിച്ചു പിന്നെ അവരൊരാള് കത്തിപ്പോയി നിങ്ങള് ഇനീഷ്യേറ്റ് ചെയ്ത സമയത്ത് വേറൊരു അത് കേറുമ്പോ എനിക്ക് ഒരു ഇതിലേ ലിയോ ഞാൻ വിചാരിച്ചു കക്കാശി ചത്തെന്നാ ലിയോ കോള് തന്നില്ലെന്ന് വിചാരിച്ചു എടാ വന്ന് നീ കോള ഇവിടെ വണ്ടി വന്നേ പറയും മനസ്സിലായി ഇവിടെ വണ്ടി വന്നെന്ന് പറഞ്ഞില്ല അതല്ല അത് ഞാൻ പറഞ്ഞു എന്താ തീയൊക്കെ വരുന്നത് ആ സമയത്ത് ഇറ്റു കോളെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോഴാണ് ഐശ്വര്യ അപ്പൊ നീ എനിക്ക് കിട്ടിയെന്ന ഒരുക്കും കൊടുക്കാം അന്നേരം നിഞ്ച ഓടിപ്പോയത് കണ്ടോ ഹോക്കിയുടെ പുറകെ നിൽക്കാവുന്ന നിഞ്ച എവിടെ നിന്നൊക്കെ അടി വരുന്ന ഓടിക്കോന്ന് പറഞ്ഞ് ബാക്ക് വരും എടാ ഹീൽ ചെയ്യാത്ത എന്താ നീ ആറിലോറ്റൊക്കെ ക്രോച്ച് കയറുന്ന മുഞ്ചിലാണ് എന്തെങ്കിലും പറഞ്ഞായിരുന്നു പിന്നെ ഇതാണ് ലാസ്റ്റ് എന്താ ഫസ്റ്റ് കാണിക്കാത്ത എന്താണ് ഒരു വിക്ക് ഉണ്ട് പക്ഷെ അത് എനിക്ക് ബ്ലിങ്ക് ആവുന്നില്ല ഓ അപ്പൊ പിക്കില്ല കാണിക്കും അതായിരിക്കും ബ്ലിങ്ക് ബ്ലിങ്ക് ആവത്തില്ല ഓക്കെ മൊയിലിനെ ആണെന്ന് തോന്നുന്നു ബ്ലിങ്ക് കാണിക്കുന്നില്ലല്ലോ ഇല്ല ഒരു രണ്ടെണ്ണത്തിന്റെ ബ്ലിങ്ക് എനിക്ക് വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ശോകല്ലേ നീ ഏതൊരു ഹൊറർ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ കേട്ടോ ഇടയ്ക്ക് ഹെലിയൊക്കെ വന്ന് താറേ വീണ് പൊട്ടുന്നൊക്കെ കാണിക്കും വണ്ടി എടുത്ത് പോകാൻ നോക്കൂലേ അല്ല അത് ഇടിച്ച് കൊല്ലാണ്ടിരിക്കാനാവും വണ്ടി കയറുന്നതായിരിക്കും പക്ഷെ ഇതാവും മറ്റേ മെയിൽ ക്യാരക്ടർ ഫീമെയിൽ വൃത്തിയുടെ നേരെ ഈ POV നോക്കുമ്പോഴേ ഇത് കൊള്ളാം ഇത് കൊള്ളാം നമ്മളെ അടിക്കണമെന്ന് ഭയങ്കര അടിക്കണമെന്ന് ഭയങ്കര അവൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലേ ഉണ്ടല്ലോ ഒന്നും കൊണ്ടില്ലല്ലേ മേലേത് പക്ഷെ മൊയില് ഹീൽ ചെയ്യും കണ്ടോ എടാ മൊയിലിന്റെ കളി കണ്ടോ നിങ്ങള് ഇത് കണ്ടുപിടിക്കും ഇപ്പൊ ഹീൽ ചെയ്യും നോക്കി റീലോഡ് സ്കിൻ നോക്ക് മനസ്സിലാവാൻ പാടാ ഇത് മറ്റേ മുട്ടയിൽ കൂടോത്രം ഒഴിവാക്കാനാണോ ഇവന്റെ ആകെ പ്രശ്നം മറ്റേ വാറാകുമ്പോ കിടന്നുറങ്ങും അത് പ്രാവിയിട്ട് കിടന്നുറങ്ങും നാറികള് തോക്കണേന്ന് പറഞ്ഞിട്ട് ഓക്കെ അവിടെ ഞാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ എന്നെ കൊല്ലുന്ന മുതല എത്ര ഡിങ് കൊടുക്കും നോക്കിയേ
പക്ഷെ അത് എനിക്ക് കിട്ടില്ല, അത് എനിക്ക് ഡിങ്കണ്ടതായിരുന്നു. പക്ഷേ ഈ മാത്രമേ കൊടുക്കത്തുള്ളൂ വിചാരിക്കരുത്. അതും കൊടുത്തു ഒരു ഡിങ്, അതും പോയി. ഇവിടെ ഞാനുണ്ടോ കൊടുക്കുന്നുണ്ട്. ഓ നൈസ്. ലഗസിയെ കണ്ടോളാം, അതാ പുല്ലിലുണ്ട്. എന്തുവാടാ ലഗസി? കുറച്ച് കൂടുതൽ എനിക്ക് ചില ദിവസം ബുദ്ധി കുറച്ച് കുറവായിരിക്കും, അത്രേ ഉള്ളൂ. വിട്ടേണ്ടിരിയുടെ മേലൊക്കെ അടിച്ചിട്ട് തലപതി ഫസ്റ്റ് പറയുന്നത് ഇല്ല സെക്കൻഡ് നമ്മളാള് കുറവായിരുന്നോ? ഇല്ല വാർ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. 26-30 ആയിരുന്നു പ്രീ വാർ. സെക്കൻഡ് വാർ നിങ്ങൾ ഒരു വാർ ഉണ്ടായിരുന്നു. എടാ ഒന്ന് നിർത്ത്. നമ്മൾ 28 പേരുണ്ടായിരുന്നു, അവന്മാര് 30 പേരുണ്ടായിരുന്നു. ഓക്കെ രണ്ടുപേര് കത്തിപ്പോയി. പറയട്ടാ ഒന്ന്. ഹോക്കി പറയട്ടെ. രണ്ടുപേര് കത്തിപ്പോയി. 26 പേര്. 26. നമ്മുടെ സൈഡിൽ നിന്ന് 3 ടീം കില്ല്. ഓക്കെ. അത് നോക്കണ്ട. 26 മൊത്തത്തിൽ അവരെടുത്ത 4 പിക്കായോ സംഭവം ആ വാറിന്റെ സമയത്തില്ല നമ്മള് ബാക്ക് ഇറങ്ങി മലയിന്ന്. പക്ഷേ ഹിറ്റ്മാൻ ഒരു പറഞ്ഞപ്പോ ഉമ്മാനെ തിരിച്ചു കയറി മലയില്. ബാക്ക് ഇറങ്ങിയത് നല്ലത്. അല്ലല്ല ബാക്ക് ഇറങ്ങേണ്ട കാര്യമില്ലടാ. അവരെ ബാക്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ടാഗ് കൊടുത്ത്. അവന്മാർക്ക് ഉന്നമില്ലാത്തോണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടതാണ് അവിടെ സത്യം പറയുന്നത്. സുമതി അത് പറയരുത്. അവന്മാരുടെ മുന്നിൽ അവന്മാര് കാറിലാണ് അടിച്ച മൊത്തം അടി എന്റെ കുണ്ടിക്കാൻ. ഒരു സെക്കൻഡ്, തലപതി ആരാ അവിടെ നിന്ന് ഫയർ ചെയ്തോണ്ടിരുന്നത് നമ്മുടെ കൂട്ടത്തിൽ? ഇവനെ കണ്ടാണല്ലോ പഠിക്കാൻ പറഞ്ഞത് മുയലിനെയൊക്കെ. അവിടെ അല്ലല്ല കളിക്കുന്നുണ്ട്. ഞാൻ മിണ്ടാണ്ടിരിക്കടാ. ഓ അതെ അതെ. ഇവിടെ 1 കിലോ മാത്രം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നൈസ്. ആ തളപതിയല്ലേ ഞാൻ കണ്ടു. ഞാൻ നോക്കി റോഡിന് നടുക്ക് എനിക്ക് എടാ എന്നിട്ട് അതല്ല തളപതി എന്നിട്ട് ഹീൽ ചെയ്തോണ്ടിരിക്കുന്നു റോഡിന്റെ നടുക്ക്. ഞാൻ നോക്കിയപ്പോ എനിക്ക് ഓവർ കൂടുതൽ എന്നെ അടിക്കത്തില്ല. അല്ല മൈക്ക് സംസാരിക്കുന്ന സൗണ്ട് ഉണ്ട്. നീ എന്താ മ്യൂട്ട് ആക്കി ചെയ്യുന്നേ? കുഞ്ഞിയുടെ കടച്ചലുണ്ടല്ലോ. ഞാൻ അവിടെ കൊണ്ട് അടി മേടിച്ചിട്ട് അടി എല്ലാരും രക്ഷപ്പെട്ടത്. കുഞ്ഞ് എവിടെ പോവാ വണ്ടി എടുത്ത്? എടാ നാറി ഇവിടെ ഇറങ്ങി നോക്കോ. എല്ലാരും എനിക്ക് തോന്നുന്നു ഓരോന്ന് വെച്ച് നിഞ്ചക്കിടക്ക് കൊടുക്കുന്നുണ്ട്. മൈക്ക് ഹീലൊക്കെ ചെയ്താ കളിക്കുന്നത്. ഈ ഹീൽ ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് കുറവാ നമ്മുടെ കേട്ടോ. ഞാനുണ്ട്. ആ അത് കുഴപ്പമില്ല. കുഞ്ഞു ഇവിടെ എന്താ വിചാരിച്ചു? തീർന്നെന്ന് വിചാരിച്ചല്ലേ ഇവിടെ? ഓ അതാരാടാ? ഓ അത് വാസ്കോ. ഓക്കെ 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 ഓക്കെ. വാസ്കോയാണ് അപ്പോ മൈക്ക് രക്ഷിച്ച് അവിടെ വെച്ചിട്ടെ.